സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ഉദ്ധാനം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ്ലീഹ ആ കൂടെ ഇല്ലായിരുന്നു. തങ്ങൾ യേശുവിനെ കണ്ടു എന്ന് മറ്റ് ശിഷ്യന്മാർ വന്ന് തോമാസ്ലീഹയുടെ അടുക്കൽ പറഞ്ഞപ്പോൾ, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യുകയില്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന തോമാസ്ലീഹനെയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഈ ശാഠ്യം പിടിക്കൽ കാരണമായിരിക്കണം ഈശോ ശിഷ്യന്മാർക്ക് മുൻപിൽ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ്ലീഹയെ പ്രത്യേകം വിളിക്കുകയും യേശു ക്രിസ്തുവിനെ തൻ്റെ ദൈവവും കർത്താവുമായി തോമാസ്ലീഹ ഏറ്റുപറയുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില സ്നേഹശാഠ്യങ്ങൾക്ക് മുൻപിൽ വീണു പോകുന്ന അല്ലെങ്കിൽ തോറ്റു തരുന്ന ദൈവസ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുക. കാൽവരിയിലെ കുരിശുമലയിൽ സ്വയം ബലിയായി അർപ്പിച്ച് ഇതുപോലെ തോറ്റു തരുന്ന പിതാവിൻ്റെ ഈ സ്നേഹത്തിന് മുന്നിൽ തോമാസ്ലീഹ അവിടുന്ന് വിശ്വാസം പ്രഖ്യാപിച്ച പോലെ നമുക്കും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനും ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനും ശ്രമിക്കാം. ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു.